നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ഹണി റോസിന്റെ പരാതിക്കിടവരുത്തിയ ആ വീഡിയോ ഹൈക്കോടതി കണ്ടു. ജാമ്യഹർജിയിൽ കോടതിയിൽ നടന്നത് മിനിറ്റുകൾ മാത്രം നീണ്ടുനിന്ന വാദം. ഇനി കസ്റ്റഡി ആവശ്യമില്ല എന്ന പ്രോസിക്യൂഷൻ നിലപാട് ബോബി ചെമ്മണ്ണൂരിന് അനുഗ്രഹമായി. ജസ്റ്റിസ് പി വി കുഞ്ഞികൃഷ്ണൻ അധ്യക്ഷനായ ബെഞ്ചാണ് ഇന്ന് ബോബി ചെമ്മണ്ണൂരിന്റെ ജാമ്യഹർജി പരിഗണിച്ചത്. പ്രതിക്ക് ജാമ്യം അനുവദിക്കുന്നതിനെ പ്രോസിക്യൂഷൻ ശക്തമായി എതിർത്തു. എന്നാൽ പോലീസിന് കസ്റ്റഡി ആവശ്യമില്ല എന്ന് പ്രോസിക്യൂഷൻ കോടതിയിൽ പറഞ്ഞു. പ്രതി നടിയെ നിരന്തരം പിന്തുടർന്ന് അധിക്ഷേപിച്ചുവെന്നും അശ്ലീല പരാമർശങ്ങൾ നടത്തിയെന്നും പ്രോസിക്യൂഷൻ കോടതിയിൽ വീണ്ടും ആവർത്തിച്ചു. പ്രതി സ്ഥിരമായി ഇത്തരം പരാമർശങ്ങൾ നടത്തുന്ന വ്യക്തിയാണ്. ഈ സംഭവം സമൂഹത്തിനൊരു സന്ദേശമാകണമെന്നും പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടു. ഇവിടെയാണ് കോടതിയിൽ നടന്ന വാദങ്ങളിൽ ഒരു വലിയ ട്വിസ്റ്റ് കൈവന്നത്. ഈ സംഭവം സമൂഹത്തിനൊരു സന്ദേശമാകണം എന്ന പ്രോസിക്യൂഷൻ വാദം അത് ഏറ്റുപിടിച്ച കോടതി കൃത്യമായ നിരീക്ഷണം വ്യക്തമാക്കി. പ്രതി റിമാൻഡിലായതോടെ തന്നെ സമൂഹത്തിന് സന്ദേശം ലഭിച്ചു കഴിഞ്ഞു. ഇതിനിടയിൽ ബോബി ചെമ്മണ്ണൂരിന്റെ ജുവല്ലറിയുടെ ഉദ്ഘാടന ചടങ്ങിലെ ചില ദൃശ്യങ്ങൾ പ്രോസിക്യൂഷൻ കോടതിയിൽ ഹാജരാക്കി. ആ ദൃശ്യങ്ങൾ മാത്രമല്ല, ഉദ്ഘാടന ചടങ്ങിന്റെ മുഴുവൻ ദൃശ്യങ്ങളും പരിശോധിക്കണമെന്നാവശ്യപ്പെട്ട് പ്രതിഭാഗം വിശദമായ വീഡിയോ കോടതിക്ക് മുൻപാകെ ഹാജരാക്കി. എന്തിനാണ് ഇയാൾ ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് എന്ന കോടതിയുടെ ചോദ്യം. എന്നാൽ സംഭവം നടന്ന സമയത്ത് നടി പരാതികളൊന്നും ഉന്നയിച്ചില്ല എന്ന് പ്രതിഭാഗം അഭിഭാഷകൻ. നടിയെ ഇങ്ങനെ നിങ്ങൾ വീണ്ടും വീണ്ടും അധിക്ഷേപിക്കരുത്, അവരവിടെ മാന്യത പുലർത്തുകയായിരുന്നുവെന്ന കോടതിയുടെ നിരീക്ഷണം. നടിയുടെ മാന്യത കൊണ്ടാണ് അവർ ആ ചടങ്ങിൽ വെച്ച് പ്രതികരിക്കാതിരുന്നത്. ഇത്തരം പരാമർശങ്ങൾ നടത്തിയാലുണ്ടാകുന്ന പ്രത്യാഘാതം ജനം മനസ്സിലാക്കണം. ഇവിടെ സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഉള്ള ഒരാളാണ് ജയിലിലായത്. തുടർന്നാണ് ചൊവ്വാഴ്ച വൈകുന്നേരം 3:30 വിശദമായ വിധി പുറപ്പെടുവിക്കുമെന്ന് കോടതി അറിയിച്ചത്. ബോബി ചെമ്മണ്ണൂരിന്റെ ജാമ്യം നൽകരുത് എന്നാവശ്യപ്പെടാനുള്ള കാരണം വ്യക്തമാക്കാൻ പ്രോസിക്യൂഷനോട് പറഞ്ഞപ്പോൾ പ്രോസിക്യൂഷന്റെ വാദം ഇങ്ങനെ: നടിയെ തുടർച്ചയായി അപമാനിച്ചു, നിരന്തരം അശ്ലീല പരാമർശം നടത്തി. ഈ സംഭവം സമൂഹത്തിനൊരു സന്ദേശമാകണം. നേരത്തെ ഹൈക്കോടതിയിൽ ജാമ്യാപേക്ഷ നൽകിയപ്പോൾ ബോബി ചെമ്മണ്ണൂരിന്റെ ഹർജി അടിയന്തരമായി പരിഗണിക്കാനാവില്ല എന്നായിരുന്നു കോടതിയുടെ നിലപാട്. തുടർന്നാണ് ജാമ്യഹർജി പരിഗണിക്കുന്നത് ചൊവ്വാഴ്ചത്തേക്ക് മാറ്റിവെച്ചത്. കേസിൽ റിമാൻഡിലായ ബോബി ചെമ്മണ്ണൂർ നിലവിൽ കാക്കനാട് ജയിലിൽ കഴിയുകയാണ്. റിമാൻഡിലായി ബോബി ചെമ്മണ്ണൂരിന് 6ാം ദിവസമാണ് ഒടുവിൽ ജാമ്യം ലഭിക്കുന്നത്. ബോബി ചെമ്മണ്ണൂർ നൽകിയ അഭിമുഖങ്ങളും ബോബിയുടെ പ്രസ്താവനകളുമൊക്കെ പ്രോസിക്യൂഷൻ കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി. ഇത് കേട്ടാൽ ദ്വയാർത്ഥമാണ് എന്ന് മലയാളികൾക്ക് മനസ്സിലാകുമല്ലോ എന്ന് കോടതി പറഞ്ഞു. കോടതിയിൽ നൽകിയ ജാമ്യഹർജിയിൽ ഹണി റോസ് അത്ര പ്രധാനപ്പെട്ട അഭിനേത്രിയല്ല തുടങ്ങിയ കാര്യങ്ങളൊക്കെ എന്തിനാണ് എഴുതി ചേർത്തത് എന്ന് കോടതി ചോദിച്ചു. ബോബി കയ്യിൽ പിടിച്ച് കറക്കിയപ്പോൾ ഹണി റോസ് എതിർപ്പ് പറഞ്ഞില്ല എന്ന പ്രതിഭാഗം അഭിഭാഷകൻ ബി രാമൻപിള്ളയുടെ പ്രതികരണത്തോട് കോടതി എതിർപ്പ് പ്രകടിപ്പിച്ചു. റിമാൻഡ് തുടരണമെന്ന പ്രോസിക്യൂഷൻ ശക്തമായി വാദിക്കുമ്പോഴും അവർക്ക് മുന്നിൽ വസ്തുതകളില്ല കൃത്യമായി കോടതിയെ ബോധ്യപ്പെടുത്താൻ. എന്തിനാണ് ഇനിയും അതിന്റെ ആവശ്യമെന്ന് കോടതി തിരികെ ചോദിച്ചു. പോലീസ് കസ്റ്റഡി പോലും നിങ്ങൾ ചോദിച്ചിട്ടില്ല, സമൂഹത്തിന് സന്ദേശം കിട്ടണമെന്ന് പ്രോസിക്യൂഷൻ പറഞ്ഞപ്പോൾ സമൂഹത്തിന് അത് ഇതിനകം തന്നെ മനസ്സിലായി കഴിഞ്ഞുവെന്ന് കോടതി വ്യക്തമാക്കിയല്ലോ. ഇത്തരം കാര്യങ്ങളൊക്കെ പറയുന്നതിന്റെ പ്രത്യാഘാതം എന്തെന്ന് ജനം മനസ്സിലാക്കണം. അതും ഇവിടെ നടന്നു കഴിഞ്ഞു. തുടർന്ന് ബോബി ഇനി ഇത്തരം പദപ്രയോഗങ്ങൾ ആവർത്തിക്കില്ലെന്ന് എങ്ങനെയാണ് പറയാൻ സാധിക്കുന്നത് എന്ന് പ്രതിഭാഗം അഭിഭാഷകനോട് കോടതി ചോദിച്ചു. അപ്പോഴാണ് ബി രാമൻപിള്ളയുടെ ഒരു ഉശിരൻ ഉത്തരം: സമൂഹ മാധ്യമങ്ങളുടെ കാര്യത്തിൽ ഇനി താൻ ഉത്തരവാദിത്വം ഏറ്റെടുക്കാമെന്ന് അഭിഭാഷകനായ ബി രാമൻപിള്ള കോടതിയെ അറിയിച്ചു. അഡ്വക്കേറ്റ് രാമൻപിള്ളയുടെ ഉറപ്പിന്മേലാണ് കോടതി തുടർന്ന് ജാമ്യം അനുവദിച്ചത്. ബോബി ചെമ്മണ്ണൂരിന്റെ ദ്വയാർത്ഥ പ്രയോഗങ്ങളും അധിക്ഷേപ അശ്ലീല പരാമർശങ്ങളുമൊക്കെ വലിയ വിമർശനങ്ങൾക്ക് ഇടവരുത്തിയിരുന്നു. സമൂഹ മാധ്യമങ്ങളിൽ കയ്യടി കിട്ടാൻ അത് തുടർന്നുകൊണ്ടേയിരുന്നു ബോബി ചെമ്മണ്ണൂർ. പണത്തിന്റെ ഹുങ്കിൽ ഇത്തരം അധിക്ഷേപ പ്രയോഗങ്ങൾ തുടർന്നാൽ ഇന്ത്യൻ നിയമവ്യവസ്ഥ പറയുന്നതനുസരിച്ച് നിയമ നടപടികൾ താൻ സ്വീകരിക്കുമെന്ന് ഹണി റോസ് മുന്നറിയിപ്പ് നൽകി. എന്നാൽ ആ മുന്നറിയിപ്പിന് പുല്ലുവില കൊടുക്കുകയാണ് ബോബി ചെമ്മണ്ണൂർ ചെയ്തത്. തുടർന്നാണ് നടി എറണാകുളം സെൻട്രൽ പോലീസ് സ്റ്റേഷനിലെത്തി പരാതി നൽകിയതും ബോബി ചെമ്മണ്ണൂരിനെ വട്ടമിട്ട് പോലീസ് പിടികൂടിയതും. ബോബി ചെമ്മണ്ണൂരിന്റെ അറസ്റ്റിനെ തുടർന്ന് 2 തലത്തിലുള്ള പ്രതികരണങ്ങൾ സമൂഹത്തിൽ ഉയർന്നു. ഈ അറസ്റ്റ് ഇത്ര ധൃതി വെച്ച് വേണമായിരുന്നു എന്നൊരു വിഭാഗം. എന്നാൽ മറുവിഭാഗം സ്ത്രീ സുരക്ഷയുടെ കാര്യത്തിൽ കർശന നടപടികളെടുത്ത പോലീസിനെ അഭിനന്ദിച്ചു. എന്നാൽ പോലീസും ഭരണകൂടവും ഒക്കെ പുലർത്തുന്ന ഇരട്ട നീതിയെ കേരളം ചോദ്യം ചെയ്തു. നവീൻ ബാബുവിന്റെ ദുരൂഹ മരണത്തിൽ ഒരു നീതി, സിദ്ദിഖിന്റെയും മുകേഷിന്റെയുമെതിരെയുള്ള പരാതികളിൽ മറ്റൊരു നീതി എന്നൊക്കെ തലത്തിൽ സമൂഹ മാധ്യമങ്ങളിൽ നിരന്തരം വിമർശനങ്ങൾ ഉയർന്നു. ഇതോടെയാണ് ബോബി ചെമ്മണ്ണൂരിന് കുറച്ചെങ്കിലും ആശ്വാസകരമായ ഒരു പൊതുബോധം സൃഷ്ടിക്കപ്പെട്ടത്. അതിനിടയിലാണ് രാഹുൽ ഈശ്വറിന്റെ വെടിക്കെട്ട് പ്രകടനം.
രാഹുൽ ഈശ്വറിനെതിരെ ഹണി റോസ് തിരിഞ്ഞതോടെ കൂടുതൽ പിന്തുണ രാഹുൽ ഈശ്വറിന് വന്നു ചേർന്നു. പല വസ്തുതകളും വെട്ടിത്തുറന്നു പറയുന്ന ആലപ്പി അഷ്റഫ് ഇന്ന് കൃത്യമായി തന്റെ നിലപാട് വ്യക്തമാക്കി. അതുതന്നെയാണ് ബോബി ചെമ്മണ്ണൂരിന് കേരളം നൽകുന്ന സന്ദേശവും. വേട്ടക്കാരനൊപ്പം തന്നെ ഇരയെയും കുറ്റക്കാരിയായി കാണണമെന്ന നിർദ്ദേശമാണ് ചിലർ മുന്നോട്ട് വെക്കുന്നത്. അപമാനവും അധിക്ഷേപവും അതിർകടന്നപ്പോൾ പലതവണ മുന്നറിയിപ്പ് നൽകി. എന്നാൽ പണത്തിന്റെ ഹുങ്കിൽ വെല്ലുവിളിയോടെ അയാൾ അതൊക്കെ തള്ളിക്കളഞ്ഞു. ആലപ്പി അഷ്റഫ് തന്റെ യൂട്യൂബ് ചാനലിൽ നിലപാട് വ്യക്തമാക്കുന്നത് ബോബി ചെമ്മണ്ണൂരിന്റെ ഹുങ്കും ധാർഷ്ട്യത്തിനെതിരെയുമാണ്. സങ്കടകരമായ ഹണി റോസിന്റെ പോസ്റ്റ് കണ്ടപ്പോഴെങ്കിലും അവളെ വിളിച്ച് ഒരു സോറി പറഞ്ഞിരുന്നുവെങ്കിൽ ഇന്ന് കാക്കനാട് ജയിലിൽ പോയി കിടക്കേണ്ട അവസ്ഥ ഉണ്ടാകുമായിരുന്നില്ല എന്നാണ് ആലപ്പി അഷ്റഫ് പറഞ്ഞു വെച്ചത്. തന്റെ കയ്യിലുള്ള കോടികളുടെ സ്വാധീനവും അഹങ്കാരവും അകമ്പടികളും ഓർത്തപ്പോൾ ബോച്ചയുടെ മനസ്സ് അത് അനുവദിച്ചില്ല എന്നതായിരിക്കാം സത്യം. ബോച്ചയുടെ ജാമ്യം നിഷേധിച്ച് ജയിലിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുമ്പോൾ ആ വാഹനം തടഞ്ഞ വെട്ടുക്കിളിക്കൂട്ടം പറയുകയുണ്ടായി. ഏത് പോലീസായാലും കോടതിയായാലും ഒരു കാര്യം മനസ്സിലാക്കണം, അയാൾ ഒരു സാധാരണക്കാരനല്ല. അയാൾ ഒരുപാട് പേർക്ക് ശമ്പളം കൊടുക്കുന്ന വ്യക്തിയാണ്, ഒരുപാട് പേർക്ക് ചാരിറ്റി ചെയ്യുന്നു. ഇതൊന്നും അംഗീകരിക്കാനാവില്ല. ഇതിനെതിരെ പ്രതിഷേധിക്കും പ്രതിരോധിക്കുമെന്നൊക്കെയാണ് അവർ മുദ്രാവാക്യമുയർത്തിയത്. ഈ പ്രതിഷേധം ചാനലുകളിലൂടെ നമ്മൾ എല്ലാവരും കണ്ടു. സ്വാഭാവികമായും കോടതിയും പോലീസും ഒക്കെ നിരീക്ഷിച്ചു കാണുമെന്നും ആലപ്പി അഷ്റഫ് പറഞ്ഞു. തുടർന്ന് പ്രതിഷേധക്കാർക്കുള്ള കൃത്യമായ മറുപടിയാണ് കോടതി നൽകിയത്. സാധാരണക്കാരനില്ലാത്ത ഒരു പരിഗണനയും ഈ കേസിലുമില്ല, അയാൾക്കുമില്ല. നിങ്ങൾ പണത്തിന്റെ ഹുങ്കിൽ വിശ്വസിക്കുന്നു, ഞാനിവിടുത്തെ നിയമവ്യവസ്ഥയിൽ വിശ്വസിക്കുന്നുവെന്നാണ് ഹണി റോസ് ഫേസ്ബുക്കിൽ കുറിച്ചത്. ഉദ്ഘാടനവും അഭിനയവും കൊണ്ട് മാത്രം മുന്നോട്ടു പോകുന്ന വെറുമൊരു നടി മാത്രമല്ല ഹണി റോസ്, അതിബുദ്ധിമതിയായ ഒരു പെണ്ണാണ്. ഈ കേസിന്റെ നാൾവഴികളിലൂടെ യാത്ര ചെയ്യുമ്പോൾ അവൾ അതീവ ബുദ്ധിമതിയാണ് എന്ന് നമുക്ക് മനസ്സിലാകും. സാധാരണക്കാരൻ കൊടുക്കുന്നത് പോലെ പോലീസ് സ്റ്റേഷനിൽ പോയി ഒരു പരാതി കൊടുത്താൽ വാദി പ്രതിയായി എന്ന് വരും. ഹണി റോസിന്റെ ഓരോ നീക്കങ്ങളും ബിസിനസ്സുകാരനായ ബോച്ചയുടെ ബുദ്ധിയേക്കാൾ മികച്ചതായിരുന്നു. ഹണി റോസിന്റെ ആദ്യ പോസ്റ്റ് കണ്ടപ്പോൾ ബോച്ച ഒരുപക്ഷെ കരുതി കാണും ഇവൾ ഇത്രയൊക്കെ ഉള്ളുവെന്ന്. കരുത്തുള്ള സ്ത്രീകൾ ഉരുപ്പെട്ടിറങ്ങിയാൽ പിന്നെ ബ്രഹ്മനും തടുക്കാനാവില്ല എന്ന ചൊല്ലുണ്ട്. അതിനുദാഹരണമാണ് കാക്കനാട് ജയിലിലെ 1-ാം നമ്പർ സെല്ലിൽ കിടന്ന സാധാരണക്കാരനല്ലാത്ത ഒരുപാട് പേർക്ക് ശമ്പളം കൊടുക്കുന്ന ആ മനുഷ്യൻ. ഒറ്റയ്ക്ക് നടക്കുന്നതിനേക്കാൾ ഒറ്റയ്ക്ക് കിടക്കുന്നതിനേക്കാൾ ഇഷ്ടം ആൾക്കൂട്ടത്തിനൊപ്പം നടക്കുന്നതിനും കിടക്കുന്നതിനും ഇരിക്കുന്നതിനുമാണ് എന്ന് മുൻപ് പറഞ്ഞിട്ടുണ്ട് ബോബി ചെമ്മണ്ണൂർ. ഇവിടെയും ബോച്ചെ ഒറ്റപ്പെട്ടില്ല. 5 റിമാൻഡ് പ്രതികൾ കൂട്ടിനുണ്ടായിരുന്നു. അവരിൽ ഒരാൾ മാത്രമാണ് ജയിൽ യൂണിഫോം അണിഞ്ഞിട്ടുള്ളത്. അത് ബോച്ചയാണ്. ഒരുപക്ഷെ ബോച്ചയുടെ ദീർഘവീക്ഷണം കാരണമായിരിക്കാം ഈ വസ്ത്രം നേരത്തെ ധരിക്കാൻ തുടങ്ങിയതെന്നും സംവിധായകൻ പരിഹസിച്ചു. ബോബി ചെമ്മണ്ണൂരിന് ഒടുവിൽ ജാമ്യം കിട്ടി പുറത്തിറങ്ങുന്നു. രാഹുൽ ഈശ്വറിനെതിരായ പരാതിയും ഇപ്പോൾ പോലീസിന്റെ പക്കലുണ്ട്. എന്നാൽ ധൃതി പിടിച്ചുള്ള ഒരു നടപടികളും വേണ്ട എന്നതാണ് പോലീസ് തീരുമാനം. ഹണി റോസിന്റെ ആദ്യ പരാതിയിൽ സമൂഹ മാധ്യമങ്ങളും മറ്റു മാധ്യമങ്ങളുമൊക്കെ അവർക്കൊപ്പം കട്ടയ്ക്ക് നിന്നിരുന്നു. എന്നാൽ രാഹുൽ ഈശ്വറിനെതിരായ പരാതിയുടെ സമയത്ത് അത്ര കണ്ട് സമൂഹ മാധ്യമങ്ങൾ അവർക്കൊപ്പം നിന്നില്ല എന്നതും ഇവിടെ ശ്രദ്ധേയമാണ്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.